ഹലോ, എൻ്റെ കൂട്ടുകാർക്കൊക്കെ എന്താ വിശേഷം? ഞാൻ ഇന്ന് 4 മണിക്ക് എന്തുണ്ടാക്കുമെന്ന് ഓർത്ത് ആലോചിച്ചിരുന്നപ്പോൾ ഞാൻ നോക്കി ഒരു വഴി കാണില്ല. കൊഴുക്കട്ട ഉണ്ടാക്കണമെങ്കിൽ ഇപ്പം പറ്റില്ല, അടുത്ത ആഴ്ച വീണ്ടും കൊഴുക്കട്ട ഉണ്ടാക്കണ്ടേ. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് ചക്കച്ചുള പഴുത്തത് എടുത്ത് വെച്ചായിരുന്നു. അതെൻ്റെ പെങ്കൊച്ച് വരുമ്പോൾ കൊടുക്കാമെന്ന് ഓർത്തെടുത്ത് വെച്ചായിരുന്നു. അവൾ കഴിച്ചൊന്നുമില്ല. അപ്പം ഞാനിത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് ശർക്കരയും കൂട്ടി നമുക്കൊരു ചക്കയട ഉണ്ടാക്കാം. അപ്പം ഞാനിത് മിക്സിയിൽ അടിച്ചപ്പോൾ നമുക്കിത് ഇതിങ്ങനെ കിട്ടിയേക്കണേ. ഞാൻ ഗ്യാസ് ഒന്ന് കത്തിക്കട്ടെ. ശർക്കരയും ഈ ചക്കയും കൂടെയും കൂടി നമുക്കൊന്ന് ഫ്രൈ അല്ല, നമുക്കൊന്ന് വരട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ശർക്കര ഞാൻ അതിൻ്റെ കൂടെ ഇടുക കേട്ടോ. ശർക്കര കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പൊടിയും തേങ്ങയും അല്പം ഏലക്കാപ്പൊടിയും കൂടെയും ചേർത്ത് നമുക്ക് അടയുണ്ടാക്കാം. ഇത് ഞാൻ എണ്ണയിലാണ് ഉണ്ടാക്കണം കേട്ടോ. ഏലക്കപ്പൊടിയും കൂടെ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഇടുക കേട്ടോ. ഫ്രൈ അല്ല, ഒന്ന് വരട്ടിയെടുക്കണം. നമുക്കേ അല്പം വറുത്ത പൊടി കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. പുട്ടിൻ്റെ പൊടി കേട്ടോ, അത് വറുത്തതാന്ന് മാത്രം. ചക്കയിടയ്ക്ക് എപ്പോഴും വറുത്ത പൊടി തന്നെ ഇടണം കേട്ടോ. വറുത്ത പൊടിയും കൊണ്ടാണ് ഇതെല്ലാം കൂടി ഈ പൊടിക്ക് പാകത്തിന് ഒരു നുള്ളുപ്പ്, ഒരു പിഞ്ച് മതി. ഏലക്കയുടെ മണമൊക്കെ വരണ്ട കേട്ടോ, കുറേശ്ശെ. അപ്പോൾ ഞാൻ ഇതിനൊരു ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സിന് പൊടി ഇതെൻ്റെ ടിന്നിനകത്ത് കിടക്കണം കേട്ടോ. ഈ അരിപ്പൊടി ഇരിക്കുന്ന ടിന്നിൽ ഇട്ടേക്കുന്നതാണ്. അപ്പോൾ അത് അവിടെ അടച്ച് വയ്ക്കട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. ഇങ്ങനെയൊക്കെ വൈകുന്നേരം ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ ആലോചനയിൽ കിട്ടിയ കാര്യമാണിത്. നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ തപ്പിപ്പറക്കി നോക്കിയാൽ കിട്ടുമല്ലോ. പിന്നെ ചുരുക്കം ചിലരെൻ്റെ വീഡിയോയിൽ പറഞ്ഞു, വീഡിയോ പണ്ടത്തെ പോലെ നന്നാവണില്ല എന്ന് പറഞ്ഞു. അതെന്താ കാരണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് നൊയമ്പല്ലേ, അപ്പോൾ അങ്ങനെ വാരിക്കോരി മറ്റേ വീഡിയോസൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതിൻ്റെ പോരായ്മകളാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ നന്നാക്കി കൊണ്ടുവരും. കുക്കിങ്ങൊക്കെ നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കുറേയൊക്കെ എൻ്റെ ഐഡിയയിലുണ്ട് കണ്ടോ. നമുക്ക് ഇലയിൽ പരത്തിയല്ല, കുമ്പിള് കണ്ടോ, ഇത് വെച്ച് നമുക്ക് കുമ്പിളപ്പം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് കുമ്പിളപ്പം ഈ ഇലയിൽ ഇങ്ങനെ കൊരി വയ്ക്കാം കേട്ടോ. കുമ്പിളപ്പല്ല, ചക്ക നമുക്ക് സൈഡും കൂടെ മടക്കിയും വയ്ക്കാം. ഓരോന്നായിട്ട് അതിലേക്ക് മടക്കി വയ്ക്കാം. കണ്ടോ. അപ്പോൾ വെള്ളം തിളച്ചു. ഞാൻ അടയെല്ലാം പറക്കി അതിനകത്ത് വെച്ചു. എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയേ. 1 2 3 4 5 6 അടയും ഒരു കുഞ്ഞടയും. അപ്പച്ചെമ്പ് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പച്ചെമ്പിലിരുന്ന് നമ്മുടെ അട വേവട്ടെ. വേവുന്നവരേക്കും
നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചക്കയുടെ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ തുണി നോക്കട്ടെ. സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. കുത്തി നോക്കട്ടെ കേട്ടോ ഒന്ന്. വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അന്ന് മരിയ തിന്നാതെ പോയത് കാരണം ആ ചക്കയും കൊണ്ട് ഞാനിപ്പോൾ ഒരട ഉണ്ടാക്കി. അവൾക്ക് ഈ ചക്കയും ചക്കപ്പഴവും ഒന്നും അവൾക്ക് ഇഷ്ടമല്ല. പക്ഷെ എൻ്റെ ഫെമി അങ്ങനെയല്ല കേട്ടോ. അവൾ ചക്കയൊക്കെ തിന്നും, ചക്കപ്പഴവും തിന്നും, ചക്ക വെച്ചതും ചക്കയുടെ ഒക്കെ ഫെമി തിന്നും. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്യും.